ഈ മഠം സ്ഥാപിച്ചത് തന്നെ ഇവിടെ ആദ്യമായിട്ട് ഇത് ഫേസ് 1 നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഫേസ് 1 ഒരു ഓഫീസ് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു. പക്ഷേ ഇത് ഒരു ഓഫീസ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ സ്ഥലത്ത് നമ്മളതിനു വേണ്ടി അന്വേഷണങ്ങളൊക്കെ നടത്തി ആദ്യം ഒരു ഓഫീസ് തുടങ്ങാം, എന്നിട്ട് എന്താണ് നമ്മുടെ ഐഡിയോളജി, എന്താണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം സമൂഹത്തിൽ എത്തിച്ച് എല്ലാവരുടെയും സാഹചര്യവും സൗകര്യവും എല്ലാവർക്കും അനുകൂലമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തി നമുക്ക് മഠം സ്ഥാപിക്കാം എന്നാണ് നമ്മുടെ ആദ്യത്തെ വിചാരമുണ്ടായിരുന്നത്. പക്ഷേ ശങ്കരാചാര്യരുടെ ജീവിതചര്യ പോലെ തന്നെ വളരെ ശീഘ്രം, വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഭക്തൻ ശ്രീനിവാസ് റെഡ്ഡി എന്ന് പറയുന്ന ഇവിടെ നമ്മളിപ്പോൾ ഈ മഠം സ്ഥാപിച്ചിട്ടുള്ളത് തന്നെ സെക്കൻഡറാബാദിലെ ബൊലാറം ഏരിയയിലെ കൗക്കൂർ എന്ന് പറയുന്ന വില്ലേജിൽ ആണ് ഈ മഠത്തിൻ്റെ ആദ്യത്തെ ഫേസ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ ഒരു ഭക്തനായിട്ടുള്ള ശ്രീനിവാസ് റെഡ്ഡി അദ്ദേഹത്തിൻ്റെ 1/2 ഏക്കർ സ്ഥലം നമുക്ക് വളരെ നിസ്വാർത്ഥമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് തരികയും അവിടെയാണ് നമ്മുടെ ഫേസ് 1. അപ്പോൾ അത് അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു ഓഫീസ് പോലെ ആക്കണ്ട, എന്നൊരു മഠം, ചെറിയൊരു മഠത്തിൻ്റെ ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാമെന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ തുടങ്ങിയത്. അത് വളരെ 2 മാസം കൊണ്ട് ശങ്കരാചാര്യ ജന്മഗൃഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു രൂപമാതൃകയിൽ, ഒരു ഇല്ലത്തിൻ്റെ രൂപമാതൃകയിലാണ് ഈ മഠം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു വില്ലേജ് കോൺസെപ്റ്റ്, ഗ്രാമാന്തരീക്ഷം. ഒരു 90 വർഷം മുമ്പ് ഒരു ഗ്രാമം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ആ ഗ്രാമത്തിലെ ആവാസ വ്യവസ്ഥ, ആ രീതിയിലാണ് ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. പഴയ ഒരു ഓടിട്ട വീട്, ഒരു ഇല്ലത്തിൻ്റെ രൂപത്തിലാണ് ഇതിനെ ചെറിയ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവിടെ നമ്മൾ ആ രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും എല്ലാം പഴയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ 4 രീതിയിലുള്ള പ്രവർത്തനത്തിന് കൂടെ നമുക്ക് ഇവിടെ അന്തേവാസികളായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഗോക്കൾ പശുക്കളില്ലാതെ മനുഷ്യ ജന്മം തന്നെ സാധ്യമല്ല. മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന മറ്റൊരു മനുഷ്യനൊരു മൃഗമാണ്, മനുഷ്യനോട് കൂടി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മൃഗമാണ് പശു. ആ പശു ഇല്ലാതെ മനുഷ്യ ജന്മം തന്നെ സാധ്യമല്ല എന്നുള്ള അത് പുരാതന കാലം മുതലേ ഉള്ള ഒരു കാര്യമാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പശുക്കളെ നമ്മളിവിടെ ഗോശാലയുണ്ട്. ഇതുവരെ 3 പശുക്കളായിരുന്നു, ഇപ്പോൾ വീണ്ടും 3 പശുക്കളും കൂടി വന്നിട്ടുണ്ട്. അതെല്ലാം മഠത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. 6 പശുക്കളുണ്ട് ഇപ്പോൾ. അത് തന്നെ നമ്മളൊരു തീരുമാനമെടുത്തിട്ടുള്ളത് വളരെ റയറായിട്ടുള്ള പുങ്കന്നൂർ ബ്രീഡ് എന്ന് പറയുന്ന പൊങ്കന്നൂർ പശുക്കളെ, അതായത് തെലുങ്കാനയുടെ ആന്ധ്രയുടെ ദേശീയ പശു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ വെച്ചൂർ പശുക്കൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. വെച്ചൂർ പശുക്കൾ കേരളത്തിൻ്റെ ബ്രീഡാണ്. നമ്മുടെ സ്വകാര്യ സ്വത്ത്, വളരെ നന്നായിട്ടുള്ള ഒരു ഏറ്റവും ചെറിയ പശു. അതുപോലെ തന്നെ തെലുങ്കാനയുടെ ആന്ധ്രയുടെ ഒരു ബ്രീഡാണ് പുങ്കന്നൂർ എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ പശുവാണ്, ഏറ്റവും റയർ ബ്രീഡാണ്, ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് ബ്രീഡും കൂടിയാണ് പുങ്കന്നൂർ പശു. അതാണ് ഗോക്കളുടെ വിശേഷം. അതിനെല്ലാം നല്ല സംഗീതത്തിൻ്റെ പേരുകളാണ് നമ്മൾ പശുക്കൾക്ക് ഇടുന്നത്. അതും നമ്മൾ തീരുമാനിച്ച ഒരു കാര്യമാണ്. സംഗീതം, നമ്മുടെ രാഗങ്ങളുടെ പേരുകൾ, മേളകർത്ത രാഗങ്ങളുടെ പേരുകളാണ് പശുക്കൾക്ക് ഇടുന്നത്. ഭൈരവി, കല്യാണി പോലുള്ള രാഗങ്ങളുടെ പേരുകളാണ് ഇപ്പോഴുള്ള പശുക്കൾക്കും ഇനി വരുന്ന പശുക്കൾക്കും നമ്മൾ അതാണ് ഇടുക. ഇതെല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. പശുക്കളെ ഇപ്പോൾ ഡൊണേറ്റ് ചെയ്തതും നിങ്ങളിലൊരാളാണ്. അങ്ങനെ ഇതെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം.